ആസിസ് ഫയർ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഈ വീഡിയോ ഇടുന്നവന് എനിക്ക് ഈ വീഡിയോ ഇടാൻ ഒരു താല്പര്യമില്ല. നമ്മുടെ ക്ലബിനെ കുറ്റം പറയല്ല, മാനേജ്മെൻറ്റിനെ കുറ്റം പറയാനാണെങ്കിലും എനിക്ക് വലിയ താല്പര്യമില്ല. പക്ഷേ പറഞ്ഞല്ലേ മതിയാവും. ഇവന്മാർ നമ്മളെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ഗൈസ്. ഞാൻ ഒന്നും പറയില്ല തൽക്കാലം. അല്ല പിന്നെ എടാ ഇവരുടെ കള്ളപ്പണി പൊളിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഗൈസ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങളും അനലൈസുകളുമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ ദാറ്റ്സ് ഗുഡ് വീഡിയോ. ഇവന്മാരൊന്നും അത് വളരെ ഉടായിപ്പാണ്. നമ്മുടെ മാനേജ്മെൻറ്റ് വളരെ ഉടായിപ്പെന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയമില്ല. അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ 2021 സീസൺ. അപ്പം നിങ്ങൾ 2021 സീസണോ, നമ്മൾ അതെല്ലാം അടിപൊളി കളിച്ചല്ലേ. അവിടെ നിന്നാണ് നമ്മളെ പറ്റിക്കാൻ യഥാർത്ഥത്തിൽ തുടങ്ങിയെന്നാണ് ഞാൻ പറയാം. ആ സീസണിൽ നമ്മൾ നല്ലൊരു പെർഫോമൻസ് പുറത്തെടുത്തു. അടുത്ത സീസണിലേക്ക് വരുമ്പോൾ അതിലെ കോർ പ്ലേയേഴ്സിനെയും നിലനിർത്താതെ വിട്ട് കളഞ്ഞുകൊണ്ട് നെക്സ്റ്റ് സീസണിലേക്ക് കുറച്ച് ലോക്കൽ പ്ലേയേഴ്സിനെയും അവിടെ എവിടെയായിട്ട് റീപ്ലേസ് ഒക്കെ ചെയ്തുകൊണ്ട് നമ്മൾ ആ സീസൺ തൊട്ട് പറ്റിച്ചു തുടങ്ങി. 2022 തൊട്ട് അവിടെ നിന്ന് അങ്ങോട്ട് കംപ്ലീറ്റ് പറ്റിക്കലാണ്. ഒന്നെങ്കിൽ ഇഞ്ചുറി പ്രോൺ പ്ലെയർ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുള്ള പ്ലെയറിനെ കൊണ്ടുവരുള്ളൂ. അതിപ്പോൾ ഇവാൻ കോച്ചിനെ ഞാൻ ഇതിന് മുന്നേ ഈ മിക്കാൽ സ്റ്റേറെ കൊണ്ടുവരുന്ന ടൈമിൽ, അല്ലെങ്കിൽ മിക്കാൽ സ്റ്റേറെ സാക്ക് ചെയ്ത ടൈമിൽ ഞാൻ പറയുന്നുണ്ട് ഇവാൻ വുക്കോമനോവിച്ചിനെ തിരിച്ചു കൊണ്ടുപോകാം. അപ്പോൾ ആളുണ്ടാക്കിയൊരു ഓളമൊന്നും ഇവർക്ക് ഈ കോച്ചുമാർക്ക് ആർക്കും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അന്നത്തെ ഒരു സ്ഥിതി നോക്കുകയാണെങ്കിൽ ഇവാൻ എന്ന് പറയുന്നത് ടോപ്പ് ക്ലാസ് കോച്ചായിരുന്നു എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമുണ്ട്. നല്ലൊരു ടാക്ടീഷ്യനാണ്. പക്ഷേ കാര്യമായ പ്രൊഫൈലൊന്നും അദ്ദേഹത്തിൻ്റെ പേരിലില്ല. എന്നാലും കമ്പാരിറ്റീവ്ലി നല്ലൊരു കോച്ചാണെന്നുള്ള തോന്നൽ നമുക്കെല്ലാവർക്കും ഉണ്ടായിരുന്നുള്ളതാണ്. എന്നാൽ മൈക്കൽ സ്റ്റെയറിൻ്റെ, ഡേവിഡ് കറ്റാലിൻ്റെ കാര്യത്തിൽ നമുക്കത് ആ രീതിയിൽ പറയാനും പറ്റില്ല. അവരിതുവരെയായിട്ടും അങ്ങനെ കാണിച്ചിട്ടുമില്ല. അതുകൊണ്ട് നമുക്ക് പറയാനും പറ്റില്ല അവർ നല്ലൊരു പ്രൂവൺ കോച്ചാണെന്നൊന്നും. അല്ല, എവിടെയും അത്രയും ഇതൊരു പ്രൂവ് ചെയ്തിട്ട് കോച്ചുകളല്ല നമ്മൾ പിന്നീട് ഇവാൻ്റെ പകരം കൊണ്ടുവന്നത്. അവിടെയാണ് ഒരു പിഴവ് ഞാൻ കാണുന്നത്. ഇപ്പോൾ കോച്ചിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഇപ്പം ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ കാര്യത്തിൽ കൂടി പ്രശ്നം വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. 2021 നമുക്ക് നല്ലൊരു സ്ക്വാഡ് ഉണ്ടായിരുന്നു. വിൻസി പെരറ്റോ, സഹൽ, അതുപോലെ തന്നെ രാഹുൽ കുഴപ്പമില്ല. എന്നാലും സഹലിനെയൊക്കെ എന്തിനു വിട്ട് കളഞ്ഞു എന്നുള്ളതാണ് എൻ്റെ സംശയം. നിഷുകുമാർ ഉണ്ടായിരുന്നു. നിഷുകുമാറും കുറച്ച് മോശമായിപ്പോയി എന്നൊക്കെ പറയാം. പക്ഷേ പിന്നീട് ഇഷ്ടംപോലെ പ്ലേയേഴ്സ് ഉണ്ടായിരുന്നല്ലോ. ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു നമുക്ക് ആ ടൈമിൽ. ഗില്ല്, അതൊക്കെ ഒരു വലിയ തെളിവാണ്. നമുക്കിപ്പോൾ ഗോൾ കീപ്പർ ഡിപ്പാർട്ട്മെൻറ്റിലൊരു അൺസർട്ടനിറ്റിയാണ് എപ്പോഴും. സോ ആളെയൊന്നും വിട്ട് കളയേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മളെ ഉടായ്പ എന്താണ്, നമുക്ക് എന്തുകൊണ്ട് കപ്പടിക്കുന്നില്ല, ഇതൊരു വലിയൊരു ടോപ്പിക് തന്നെയാണ് ഗൈസ്. അത് ഞാൻ പറഞ്ഞുതരാം. നമുക്കറിയാം 2021-22 സീസൺ. ആ സീസണിൽ തുടക്കത്തിൽ നമ്മൾ ഇവാൻ വുക്കോമനോവിച്ചിനെ കൊണ്ടുവരുന്നു. പിന്നീട് അങ്ങോട്ട് ഫോറിൻ പ്ലേയേഴ്സിനെയും ഇന്ത്യൻ പ്ലേയേഴ്സിനെയൊക്കെ സൈൻ ചെയ്യുന്നു. ആ സീസൺ നമ്മൾ നല്ല രീതിക്ക് തന്നെ നല്ലൊരു പ്രീ സീസൺ നമുക്ക് കിട്ടി. നല്ലൊരു 10 മാച്ച് കണ്ടിന്യൂ ആയിട്ട് നമ്മൾ കളിച്ചു. അതിന് ശേഷം ആണ് നമ്മൾ ISL തന്നെ തുടങ്ങിയത് എന്നുള്ളതാണ്. ഡ്യൂറൻ കപ്പിൽ നിന്ന് തോൽവി തന്നെയായിരുന്നു. പക്ഷേ ISLലേക്ക് വന്നപ്പം നമ്മൾ കളി മാറി കളിച്ചു തുടങ്ങി എന്നുള്ളതാണ്. നമ്മൾ ഫൈനാലെ വരെ എത്തി, ഹൈദരാബാദിനോട് തോറ്റു. ആ സീസണിലുള്ള പ്ലേയേഴ്സിനെയായിരുന്നു സത്യം പറഞ്ഞാൽ നിലനിർത്തുന്നത്. നമ്മൾ അവിടെയാണ് അടിത്തറ ഇട്ടത്. അതുവരെയുള്ള സീസൺ എന്ന് പറഞ്ഞാൽ തോറ്റ് തുന്നം പാടിയിട്ടുള്ള സീസൺസ് ആയിരുന്നു. പക്ഷെ അവിടെ നമുക്കൊരു ആക്സിഡൻറ്റ് സക്സസ് ഉണ്ടാവുകയായിരുന്നു കോച്ചിലൂടെ. അവിടെ പിടിച്ച് കയറുന്നതിന് പകരം അവിടെ നിന്ന് നേരെ നമ്മൾ താഴോട്ടാണ് പോയത്. അവിടെയാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമായിട്ടുള്ള ഡിഫറൻസ് നമുക്ക്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം അവർ കഴിഞ്ഞ 2023 നല്ലൊരു കോച്ചിനെ കൊണ്ടുവന്നു, നല്ല പ്ലേയേഴ്സിനെ കൊണ്ടുവന്നു. അവർ ഒരു പ്ലേ ഓഫിന് ഒരു പോയിൻ്റ് എന്തോ വ്യത്യാസത്തിൽ, ഗോൾ ഡിഫറൻസിൻ്റെ എന്തോ വ്യത്യാസത്തിൽ അവർ പുറത്തായി. ആ സമയത്ത് അവർ പെഡ്രോ ബെനാലിയെ സാക്ക് ചെയ്യാണ്ടേ, പ്ലേ ഓഫ് കയറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാക്ക് ചെയ്യാതെ ബെനാലിയെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് അടുത്ത സീസണിൽ അദ്ദേഹത്തിന് സൈൻ ചെയ്യാതെ വേണ്ട പ്ലേയേഴ്സിനെയൊക്കെ സൈൻ ചെയ്ത് കൊടുത്തപ്പോൾ ആളെന്ത് ചെയ്തു, ഡ്യൂറൻ കപ്പ് അടുപ്പിച്ചു. ഞാൻ ഡ്യൂറൻ കപ്പ് അടുപ്പിച്ചെന്ന് പറഞ്ഞാൽ ഒരു കപ്പ് കിട്ടിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പ്ലേയേഴ്സിനെ മൊത്തം സെല്ല് ചെയ്തിട്ട് ടീം മൊത്തം ഉടച്ച് വാർത്തിട്ടില്ല. അവർ പിന്നെയും പ്ലേയേഴ്സിനെ കുറച്ചുകൂടി അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് അൺസർട്ടനിറ്റികൾക്കൊടുവിൽ പോലും കപ്പടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ആ 2021-22 സീസണിലെ ആ സ്ക്വാഡ് നിലനിർത്തിയിരുന്നെങ്കിൽ നമുക്ക് കപ്പ് ഉറപ്പായിരുന്നു നമ്മുടെ ഷെൽഫിലെത്തുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയം ആർക്കും വേണ്ട. ഇപ്പം ലെസ്കോവിച്ചിനെ വിറ്റിട്ട് അതിന് ആ വിലക്ക് കുറച്ച് പകുതി വിലയൊക്കെ ഉള്ളൊരു പ്ലെയറിനെ വാങ്ങിച്ചു. എന്നിട്ട് ആ പ്ലെയറിനെ വിറ്റിട്ട് നമ്മൾ താൽക്കാലിക സീസണിൻ്റെ മിഡിൽ ഓരോ പ്ലേയേഴ്സിനെ വാങ്ങിച്ചു കൊണ്ടുവരുന്നു. അതാണ് നമ്മുടെ പരിപാടി. അതായത് ഇങ്ങനെ വിറ്റ് തുലയ്ക്കുക. സത്യം പറഞ്ഞാൽ മോഹൻ ബഗാനൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സിനെ മുതലെടുക്കുക എന്ന് തന്നെ എനിക്ക് പറയാനുള്ളത്. സഹൽ, ക്യൂട്ടിയ,
ഇങ്ങനത്തെ ഒരുപാട് നല്ല പ്രതിഭകളായ കളിക്കാരാണ് നമ്മൾ ജീക്സൺ സിംഗ് ഈസ്റ്റ് ബംഗാളിലേക്ക് പോയതും. എല്ലാം ഈ മാനേജ്മെൻറ്റിൻ്റെ പിടിപ്പുകേട്. ഐമൻ ആൻഡ് അസാർ അവരെന്തിനു വിട്ട് കളയണോ? നമ്മളിപ്പോൾ 2021-22 സീസൺ തന്നെ പോട്ടെ, ഐമൻ ആൻഡ് അസാറിനെ എന്തിനു വിട്ട് കളയണം? അവർ അടിപൊളി കളിച്ചുകൊണ്ടിരുന്നതാണ്. അവർക്ക് ഞാൻ വിശ്വസിക്കില്ല അവരൊന്നും സ്വന്തം ഇഷ്ടപ്രകാരം വിട്ടു പോയതാണ്. അവരൊന്നും സ്വന്തം ഇഷ്ടപ്രകാരം വിട്ടു പോയതാണെന്ന് വിശ്വസിക്കാൻ ഞങ്ങൾ കഴിക്കുന്ന ചോറാണ്. ഞങ്ങൾക്ക് തലച്ചോറാണ് അത്, അല്ലാതെ നിങ്ങളെ മാതിരി ചിപ്സ് അല്ല തലയിൽ വെച്ചിരിക്കുന്നത് അല്ല. പിന്നെ ഈ ഐമൻ അസാറിനൊന്നും വിട്ടു പോകാൻ ഒരു താല്പര്യമില്ലാന്ന് നമുക്കറിയാം. ഇപ്പോൾ രാഹുലിൻ്റെ കാര്യം, രാഹുൽ ഇച്ചിരി മോശം പെർഫോമൻസ് ആയിരുന്നു. അത് പിന്നെയും കുഴപ്പമില്ല എന്ന് പറയാം. പക്ഷേ എനിക്ക് ഒരൊറ്റ പ്രാർത്ഥനയുള്ളൂ ഗൈസ്, കോറുവിനെ വിട്ട് കളയരുത്. കോറൊക്കെ നല്ലൊരു പ്ലെയറാണ്. നമ്മളിങ്ങനെ കുറച്ച് പ്ലേയേഴ്സിനെ വളർത്തിയെടുക്കും, നമ്മളത് വിറ്റ് കളയും. അതാണ് നമ്മുടെ പരിപാടി. മോഹൻ ബഗാനൊക്കെ നമ്മൾ ആ കാര്യത്തിൽ മുതലെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വേണ്ടി വന്ന് നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് നല്ല ഇന്ത്യൻ പ്ലേയേഴ്സിനെ കിട്ടും. നമ്മൾ കുറച്ച് കാശ് ചിലവാക്കണം. നല്ല ഫോറിൻ പ്ലേയേഴ്സിനെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു സീസൺ നമുക്ക് കൃത്യമായിട്ട് അടിപൊളിയായിട്ട് തുടങ്ങാം. എൻ്റെ അഭിപ്രായത്തിൽ ഇവാൻ മുക്കോമനോവിച്ചിനെ തിരിച്ചു കൊണ്ടുവരണം. ഇവാൻ മുക്കോമനോവിച്ച് പറഞ്ഞ കുറച്ച് പ്ലേയേഴ്സിനെ എത്തിച്ചു കൊടുക്കാം. ആ സീസൺ കപ്പടിക്ക് നോക്കാം. കപ്പടിച്ചില്ലെങ്കിൽ ഇവാനെ സാക്ക് ചെയ്യല്ല, ഇവാനെ തന്നെ ട്രസ്റ്റ് ചെയ്യണം. അടുത്ത സീസൺ എക്സ്റ്റെൻഡ് ചെയ്യണം. അടുത്ത സീസൺ നമ്മൾ ട്രൈ ചെയ്യണം. അങ്ങനെ നമ്മളൊരു ലോങ് ടൈം, ഒരു 10 വർഷത്തിലേക്കുള്ളെങ്കിലും പ്ലാൻ വേണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അല്ലാതെ ഇങ്ങനെ സിസ്റ്റവും പ്ലാനും മാറ്റിക്കൊണ്ടിരുന്നാലും നമുക്ക് കപ്പല്ല, ഒരു കോപ്പ് ഓടിക്കാൻ പോകുന്നില്ല എന്ന് എനിക്ക് പറയുള്ളൂ. ഇതിനൊരു പാർട്ട് 2 ഒക്കെ ഇടും. മാനേജ്മെൻറ്റിൻ്റെ തട്ടിപ്പാണ് കഴിച്ചത്. അവർ നമ്മൾ 2021 തൊട്ട് പറ്റിക്കുക, 2021-22 സീസണൊക്കെ തൊട്ടിട്ട് പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ സ്പോർട്ടിംഗ് ഡയറക്ടർ എവിടെയെന്നൊന്നും എനിക്കറിയില്ല. കാരണം ഇപ്പം ആ CEO അഭി ചാറ്റർജി അഥവാ ഒബ്സസ്ഡ് ചാറ്റർജി ഒക്കെ ഇറങ്ങിയതിന് ശേഷം SB ഒന്നും കാണാനില്ല. അവസാനം കണ്ടതൊരു പോഡ്കാസ്റ്റിലാണ്. ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൻ്റെ ഒരു കാരണമായി പറഞ്ഞത്, ഈ സീസൺ ഒരു ഫെയിലിയർ ആവാൻ കാരണമായി പറയുന്നത് ഈ സീസണിൽ അൺസർട്ടനിറ്റി. ശരിയാവാം, അൺസർട്ടനിറ്റി ഉണ്ടായേക്കാം. പക്ഷേ മറ്റ് ടീമുകൾക്ക് ഈ അൺസർട്ടനിറ്റി ഇല്ല. ബാംഗ്ലൂരു, ഒഡീഷയൊക്കെ എത്ര നന്നായിട്ട് കളിക്കുന്ന ഒരു ഫോറിനറേ ഉള്ളൂ. അവരൊക്കെ അവരുടെ കോറ് നിലനിർത്തി എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പം നോർത്ത് ഈസ്റ്റ് ആയാലും അവരുടെ ഇന്ത്യൻ കോർ അവിടെ ഒപ്പമുണ്ട്. അതായത് ഇപ്പം അവരുടെ ഒരു ഫോറിൻ കോറൊക്കെ പോയെന്ന് വരാം, ആചാരി പോലുള്ള നല്ല പ്ലേസൊക്കെ പോയെന്ന് വരാം. പക്ഷേ എന്നിരുന്നാൽ കൂടി ആചാരിയൊന്നും ഫുൾ വിട്ട് കളഞ്ഞിട്ടൊന്നുമില്ല. ലോണിലാണ് വിട്ടത്, ഓർത്ത് വെക്കണം. നമ്മളൊക്കെ ഇവിടെ നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. ജിമ്മിനസിനൊക്കെ എന്തിനാണ് വിട്ട് കളഞ്ഞതെന്നൊക്കെയുള്ള, ജിമ്മിനസൊക്കെ അത്യാവശ്യം നല്ല കളിയായിരുന്നു. സൂപ്പർ കപ്പിൻ്റെ പെർഫോമൻസ് നോക്കിയിട്ടാണോ അല്ലെങ്കിൽ ഈ കൊൾഡോബിയറ്റെ കൊണ്ടുവരുന്ന എനിക്ക് മനസ്സിലാവില്ല. എന്തിനാണ് ജിമ്മിനസിൻ്റെ ഇഷ്ടത്തിൽ തന്നെ, ആ ജിമ്മിനസിൻ്റെ കാര്യത്തിൽ ജിമ്മിനസിൻ്റെ ഇഷ്ടത്തിൽ തന്നെ ആയിരിക്കും പോയിട്ടുണ്ടാകാം. പക്ഷേ എൻ്റെ ചോദ്യം, ജീക്സൺ സിംഗിനെ നിങ്ങൾ വിട്ട് കളഞ്ഞില്ലേ? ഐമൻ ആൻഡ് അസാറിനെ വിട്ട് കളഞ്ഞില്ലേ? പെരേര ഡിയാസിനെ വിട്ട് കളഞ്ഞു. എനിക്ക് ഏറ്റവും സങ്കടമുള്ള പെരേര ഡിയാസ് പോയതുകൊണ്ടാണ്. 2021-22 സീസൺ ആ പ്ലെയർ എന്ന് പറഞ്ഞാൽ കിടിലം പോലത്തൊരു പ്ലെയറാണ്. മുംബൈ സിറ്റിയിൽ ഷീൽഡടിച്ചു, എല്ലായിടത്തിലും മിന്നിത്തിളങ്ങുന്നൊരു പ്ലെയറാണെന്നുള്ളതാണ്. ഇയാളെയൊക്കെ വിട്ട് കളഞ്ഞത് ഏറ്റവും വലിയ മണ്ടത്തരമായി പോയി എന്നുള്ളതാണ്. ഇപ്പം എനിക്ക് ഇതിൻ്റെ ക്ലബിൻ്റെ ഓണർഷിപ്പ് ഇട്ട് ഞാൻ ഈ പെരേര ഡിയാസിന് വേണ്ടി കഴിയുന്നത് ശ്രമിക്കും എന്നുള്ളതാണ്. ഡയാസ് എന്ന് പറഞ്ഞാൽ അത്രയും നമുക്ക് ഇപ്പോൾ നല്ല ഹെൽപ്പ് ചെയ്യുന്നൊരു പ്ലെയറാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഡയാസ് തിരിച്ചു വരണം എന്നാണ് എനിക്ക് പറയുന്നത്. ഡയാസിനെ ഒന്നും വിട്ട് കളയേണ്ട ഒരു ആവശ്യമില്ല. ഡയാസിനെയൊക്കെ വിട്ട് കളഞ്ഞത് എന്തിനാണെന്നറിയാം? ഇവന്മാർ ഡയാസിനെ പുറത്താക്കിയത് അപ്പോസ്റ്റലസ് ജിയാനോ എന്ന് പറഞ്ഞ ഒരൊറ്റ പ്ലെയറിനെ കൊണ്ടുവരാനാണെന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷമം. അപ്പോസ്റ്റലസ് ജിയാനോ കുഴപ്പമില്ലാത്ത പെർഫോമൻസ് കാഴ്ചവെച്ചു, പക്ഷേ പുള്ളി പോരാ. അൽവാരൊക്കെ പകരക്കാരനായ ഡിമിത്രിയോസ് അത്യാവശ്യം കളിച്ചിട്ടുണ്ട്, പക്ഷേ ഈ ചങ്ങായിയല്ല ജിയാനോ അത്ര പോരായിരുന്നു എന്നുള്ളതാണ്. ഡയസിനെ വിട്ട് കളേണ്ട ഒരാവശ്യവും ആ സമയത്ത് STക്ക് ഇല്ല. അത് STയുടെ കുറ്റമായി എടുക്കാം. പിന്നെ ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും വേണ്ട. നമുക്കൊരു ഇപ്പം റൈറ്റ് വിങ് അല്ലെങ്കിൽ റൈറ്റ് ബാക്കിലേക്ക് പ്ലെയർ വേണ്ട സ്ഥിതിക്ക് ലെഫ്റ്റ് വിങ്ങിൽ ഒരു ലോറി പ്ലേയേഴ്സ് അല്ലെങ്കിൽ കോടിക്കണക്കിന് പ്ലേയേഴ്സിനെ കൊണ്ടുവച്ചിട്ട് ഒരു കാര്യമില്ല. റൈറ്റ് ബാക്കിൻ്റെ പ്ലെയറിന് റൈറ്റ് ബാക്ക് തന്നെ കാണാം. അല്ലെങ്കിൽ പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കളിപ്പിച്ചാൽ ഇതുപോലത്തെ റിസൾട്ടേ വരുള്ളൂ, മോശം റിസൾട്ടേ വരുള്ളൂ. സോ സിമ്പിൾ. ഇതൊരു പാർട്ട് 2 വരും. ഇവന്മാർ ഇങ്ങനത്തെ കളി കളിച്ചാൽ നമുക്ക് കാണിച്ചു കൊടുക്കാം നമ്മുടെ ഫാൻസിൻ്റെ പവർ എന്താണെന്ന്. അപ്പോൾ ഇതിന് പാർട്ട് 2 വേണ്ടി എല്ലാവരും കമൻറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ബൈ.